പോലത്തെ കളിപ്പാവയും മുഹമ്മദ് നബി അച്ചൽ നബി ഒരേ കാവലല്ലാ മുത്ത് നബി മുഹമ്മദ് നബി അച്ചൽ നബി ഒരേ കാവലല്ലാ മുത്ത് നബി മുഹമ്മദ് നബി അച്ചൽ നബി ഒരേ കാവലല്ലാ സിറാത്തണ്ണ പാലകടക്കാൻ അച്ചൽ നബി ഒരേ കാവലല്ലാ അണ്ടിക്ക് നട്ടം തിരിഞ്ഞവരാ അന്നേരം പാതയെ കാട്ടിത്തന്നു കൗസർ കോരി കുടിക്കാൻ അച്ചൽ നബിയൊരു കാവലല്ലാ. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കടലിൻ്റെ മക്കളായ മത്സ്യത്തൊഴിലാളികൾ അവർ കടലിൽ പോയി മീൻ പിടിക്കുകയും വലയിടുകയും വല വലിച്ചു കയറ്റുകയൊക്കെ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടത്. ആ വീഡിയോയിൽ അവർ പാടുന്ന ഒരു പാട്ടുണ്ട്. അത് അവരുടെ ഒരു താളത്തിനൊത്ത്, അവരാ വലിക്കുന്ന കൂട്ടത്തോടെ വലിക്കുന്ന ആ ഒരു താളത്തിനൊത്ത് പാടുന്ന പാട്ടാണ്. ഇത് കണ്ടപ്പോൾ എനിക്ക് ആദ്യം തോന്നിയത് പാട്ടിൻ്റെ വരികൾ എന്നുള്ളതിനപ്പുറമായിക്കൊണ്ട് എത്ര പ്രയാസമേറിയ ആയാസകരമായ ജോലിയാണെങ്കിലും നമ്മൾ ആസ്വദിച്ച് ചെയ്യുമ്പോൾ അത് എളുപ്പമാകും, നമുക്ക് തോന്നും അത് എളുപ്പമാണ് എന്നുള്ളത്. ആ ഒരു തരത്തിലാണ് അവർ ആയാസകരമായിക്കൊണ്ട് വലിയ ഒരു വലയാണ്, കുറേ ആളുകൾ ശ്രമപ്പെട്ടുകൊണ്ടാണ് അത് വലിച്ചു കയറ്റിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ അന്നത്തിനുള്ള വകയാണ്, അവരുടെ ഉപജീവന മാർഗവുമാണ്. എന്നാൽ അവർ അവിടെ പാടുന്ന പാട്ടിലെ വരികൾ അതിൽ ചെറിയ ഒരു അപകടമുണ്ട് എന്നുള്ളതാണ്. അത് അവർക്ക് അത്ര അറിയില്ലായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് അത് പറഞ്ഞു കൊടുക്കേണ്ട ആളുകൾ അത് പറഞ്ഞു കൊടുക്കുന്നില്ലായിരിക്കാം. അത്രേ ഉള്ളൂ, മറ്റൊന്നും ആ ഒരു വിഷയത്തിൽ പറയുവാനില്ല. എന്നാൽ ഇവർക്കൊക്കെ ഈ പാട്ടുകൾ ആരാണ് പഠിപ്പിച്ചു കൊടുത്തത് എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഒന്ന് രണ്ട് പാട്ടുകളാണ് ഇവിടെ കാണിക്കുവാനുള്ളത്. ഇതിനവസാനത്തിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു മോട്ടിവേഷൻ സ്പീച്ച്, അതിൻ്റെ ചെറിയൊരു ഭാഗം കൂടി ഇതിൻ്റെ ബാക്കിൽ ചേർക്കുന്നുണ്ട്. ഒരു യുവതി പറയുന്ന വാക്കുകൾ അത് യുവതലമുറയ്ക്ക്, നമ്മുടെ ടീനേജ് കുട്ടികൾക്ക്, നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കേൾപ്പിച്ചു കൊടുക്കേണ്ടതാണ്. ലഹരിയുടെ അതിപ്രസരത്തിൽ ആണ്ടുപോകുന്ന മയക്കുമരുന്ന്, സിന്തറ്റിക് മരുന്നുകളുടെയും MDMA അതുപോലെ മറ്റു അതിൻ്റെ പേരുകൾ, കുറേ പേരുകളൊക്കെ ഉണ്ട്. എന്തായാലും ആ പേരുകളൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതിലേക്കൊക്കെ ആണ്ടുപോകുന്ന ആളുകൾക്കൊക്കെ കേൾപ്പിച്ചു കൊടുക്കാനുള്ള ഒരു നല്ലൊരു മോട്ടിവേഷൻ സ്പീച്ചാണ്. അതുകൂടി ഇതിൻ്റെ ലാസ്റ്റിൽ ചേർക്കുന്നുണ്ട്. ഇനി അടുത്ത പാട്ട് ഏതാണെന്ന് കേൾക്കാം. അതിൽ എന്താണ് ഇവർ പറഞ്ഞു വെക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പാട്ടിലേക്ക്. എന്റെ മുരീദിന് റിയാളയില്ല, റിയാളവില്ലൻ ഞാനാണവരിൽ, റിവാ ഉറമ്പി മടവൂരാണ്. അലയടിയാം ബഹറിലെ തിരകൾ ഞാനറിയുന്നുണ്ടേ, ഞാനറിയുന്നുണ്ടേ. അലയടിയാം ബഹറിലെ തിരകൾ കുടി കടന്നിട്ട് എവിടെ? കോഴിക്കോട് മമ്മൂട്ടി മൂപ്പൻ്റെ വീട്ടിൽ കിടന്നിട്ട് മൽച്ചട്ടി കടന്നിട്ട് പറയാണ്, അലയടിയാം ബഹറിലെ തിരകൾ ഞാൻ അറിയുന്നുണ്ടേ. ആയിക്കോട്ടെ, എവിടെ? കോഴിക്കോടത്തെ തിരകൾ അവിടുന്ന് എവിടുന്നേലും നോക്കിയിട്ട് കാണുന്നുണ്ട്, അങ്ങനെ അറിയുന്നുണ്ട് എന്ന് പറഞ്ഞോ. ബഹറി എന്ന് പറഞ്ഞാൽ അത് കോഴിക്കോട് മാത്രമല്ലല്ലോ, അല്ലേ? പരന്ന് കിടക്കല്ലേ. അവിടുത്തെ ഒക്കെ തിരകളുടെ എണ്ണം പോലും അറിയുന്നുണ്ട് എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ ബാക്കി പാടുന്നത് കേൾക്കാം. ആഴക്കടലിലെ ജൂഴും ഞാൻ മാറ്റുന്നുണ്ടേ, ഞാൻ മാറ്റുന്നുണ്ടേ. ആഴക്കടലിലെ ജൂഴും ഞാൻ മാറ്റുന്നുണ്ടേ എന്നാ പറഞ്ഞത്. കടലിൻ്റെ ആ തിര കണ്ടല്ലോ, തിര എണ്ണീട്ട് ഇങ്ങനെ തീരത്തിരിക്കുക എന്നല്ലാണ്ട്, കരയത്തിരിക്കുക എന്നല്ലാണ്ട് കടലിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് വലിച്ചും കൊണ്ടിട്ട് പോകും. പിന്നെ ആഴക്കടലിൽ കൊണ്ടുപോയിട്ട് ജൂ ഒന്നും കാണിച്ചില്ല, ആ റൂഹാണ്ട് പോവുക ചെയ്യുള്ളൂ. അതിനിപ്പോൾ ഏത് മടവൂരപ്പനായാലും വേണ്ടില്ല, ഈ പാട്ടുകാരൻ ശൈത്താനായാലും വേണ്ടില്ല. അതിനെയാണ് ഈ പൊക്കി പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള പാട്ടുകൾ, വേറൊരു പാട്ട് ഇയാൾ മുമ്പ് പാടിയിരുന്നു, മടവൂരാരാ പടച്ചവനാണോ എന്ന് ചോദിച്ചപ്പോൾ അതേ എന്ന് പറഞ്ഞ് പാട്ട് പാടിയ ആ ചെങ്ങായി തന്നെയാണ് ഈ ചെങ്ങായി. അതിനു മുമ്പ് മരിച്ചു പോയ ജിഫ്രിയോട് പ്രാർത്ഥിക്കുന്ന ഒരു പാട്ടുണ്ടായിരുന്നു. ഇവരുടെ വേദികളിൽ ഇതുപോലെയുള്ള സഖാഫി കുട്ടികൾ, മുസ്ലിയാർ കുട്ടികൾ ഇതുപോലെയുള്ള പാട്ടുകൾ പാടിയപ്പോൾ അവർ തടഞ്ഞില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ത്വരീകത്തുകാരും ഈ കറുത്ത വസ്ത്രധാരികളൊക്കെ വന്നുകൊണ്ട്
ഇതുപോലെയുള്ള പാട്ടുകൾ പാടി ആളുകളെ വേർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കേട്ടോ നിങ്ങൾ, മരിച്ചുപോയ ജിഫ്രിയോട് പ്രാർത്ഥിക്കുന്ന മുസ്ലിയാർ കുട്ടി. കരയുന്ന ഞങ്ങളെ കാണുന്ന തങ്ങളല്ലേ, കഥനങ്ങൾ തീർക്കുന്ന ജിഫ്രിയോറങ്ങല്ലേ, ഇടറുന്ന നേരത്ത് തുണയാകും അങ്ങല്ലേ. എന്താ ഓൻ്റെയൊക്കെ ഇഖ്ലാസ് വെച്ചിട്ടങ്ങള് അള്ളഹാനോടാണ് ഇവർ ഈ പ്രാർത്ഥിക്കുന്നതെങ്കിൽ അവർ ആ പഠിച്ചു വെച്ച പാട്ടുണ്ടല്ലോ അതിങ്ങനെ പാടിക്കൊണ്ടിരിക്കും. എന്നാൽ ഇതുപോലെയുള്ള പാട്ടുകൾ പാടുമ്പോൾ ഇത് പച്ച ശിർക്കായ പ്രാർത്ഥനകൾ പാട്ടിൻ്റെ രൂപത്തിലൊക്കെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇയന്മാരി ഇഖ്ലാസാന്നാവും ഇവർക്ക്. കണ്ടോക്കാൻ നിങ്ങൾ ബാക്കി കേൾക്കാം നമുക്ക്. ഇക്കാണും മജ്‌ലിസിൽ കാവൽ നൽകുകില്ലേ, സിക്കേ പാറയിൽ പൂത്തമലരെ മുഹമ്മദ് ജിഫ്രിയോരേ, ഇക്കാണും പാപികൾക്കെന്നും കാവൽ നൽകിടണേ. അപ്പൊ ചെങ്ങായി എന്താ അള്ളാഹ്ക്ക് പണി? ഈ പാറമക്കാമ് എന്ന് പറയുന്ന ആ മക്കാമിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിലൊരു ജാറുണ്ട്. ജാറത്തിൻ്റെ ഉള്ളിൽ കൊണ്ടുവച്ചിട്ടുള്ള സാധനത്തിനോട് അത് മരിച്ചിട്ട് എത്ര കാലായി എന്നറിയാം നിങ്ങൾക്ക്. എന്നിട്ട് അതിനോടാണ് ഇവർ ഈ പാടിയും കൊണ്ടിരിക്കുന്നത്. പാട്ടിൽ പ്രാർത്ഥനയാണുള്ളത്. കാവലാണ് ചോദിക്കുന്നത് മരിച്ചുപോയ മർഹൂം സയ്യിദ് മുഹമ്മദ് ജിഫ്രി നാമ എന്താണ്? നമവാകാണോ? ഓക്കെ. CK പാറമക്കാം. ഇവിടെ പ്രാർത്ഥനയുടെ രൂപത്തിൽ പ്രാർത്ഥനയെ ഒരു ഗാനമാക്കിക്കൊണ്ടാണ് ഈ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിനോട് വല്ലവനും പങ്കു ചേർക്കുന്ന പക്ഷം തീർച്ചയായും അള്ളാഹു അവന് സ്വർഗം നിഷിദ്ധമാക്കുന്നതാണ്, നരകം അവൻ്റെ വാസസ്ഥലമായിരിക്കുകയും ചെയ്യും. ഖുർആന് 5-ാം അധ്യായം 72-ാം വചനത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുമ്പോൾ ആ ആയത്തുകളൊന്നും കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുന്ന, പഠിച്ചിട്ടും മനസ്സിലാക്കാതെ അല്ലെങ്കിൽ ഉൾക്കൊള്ളാതെ കഴിയുന്ന ഇതുപോലെയുള്ള ഈ ജാഹിലി കൂട്ടം ഈ ഉമ്മത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? കുറച്ചുകൂടി കേൾക്കാം നമുക്ക്. തുണ നൽകിടണേ, CK പാറയിൽ പൂത്തമലരാ സയ്യിദേ ജിഫ്രിയോരേ, ഇക്കാണും പാപികൾക്കെന്നും കാവൽ നൽകിടണേ. അർഹത ഇവർക്കില്ല സയ്യിദോരേ തങ്ങളോരേ, എങ്കിലും ഈ ഖൽബിലേക്കൊരു നോട്ടം നൽകിടണേ, നോട്ടം നൽകിടണേ. എൻ്റെ മൊയന്തുകളെ, ആരാണ് കൽബിലേക്ക് നോക്കുക? അള്ള എവിടേക്ക് നോക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഇതുപോലെയുള്ള വിവരദോഷികളായ ഈ തലയെക്കെട്ട് കൂട്ടം ഇതുപോലെയുള്ള വിവരക്കേട് പാട്ടുകൾ ഈ ഉമ്മത്തിന് നൽകുന്നു. ആ ഉമ്മത്ത് അത് മറ്റു തലങ്ങളിലേക്ക് കൊണ്ടുപോയി പാടുകയും അതുപോലെ അത് അവരുടെ ജീവിത മാർഗമാക്കുകയും ചെയ്യുന്നു. അതാണ് നമ്മൾ തുടക്കത്തിൽ കണ്ടത്. ഇൻഷാ അല്ലാഹ് ഇതുപോലെയുള്ള പാട്ടുകൾ കേൾക്കുമ്പോൾ വിശ്വാസിയായ മനുഷ്യർക്ക് അള്ളാഹുവിൽ അചഞ്ചലമായ വിശ്വാസമുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്നത് മനസ്സിലാക്കാൻ കഴിയും. കാവൽ നൽകുവാൻ അതിന് കഴിവ് അള്ളാഹ്ക്ക് മാത്രമാണ്. ബാക്കി ഇവർ ഔലിയാക്കന്മാരോട് ചോദിക്കുന്ന എന്തുണ്ടോ അതെല്ലാം നൽകുവാൻ കഴിവുള്ളവൻ അള്ളാഹു മാത്രമാണ്. കടലിൽ നിന്ന് പാലൊഴുക്കിയാലോ പഴമെറിഞ്ഞാലോ അല്ലെങ്കിൽ ഉന്തിത്തള്ളി പാട്ട് പാടിയാലോ ഒന്നുമല്ല മീൻ ലഭിക്കുക. അള്ളാഹു റിസ്ക് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ലഭിക്കുക തന്നെ ചെയ്യും. റിസ്ക് നൽകുന്നവൻ അള്ളാഹുവാണ്, അല്ലാതെ ഏതെങ്കിലും പാറപ്പള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആളുകളല്ല എന്നുള്ളതെങ്കിലും മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഇതുപോലെയുള്ള പിടുത്തം വിട്ട പാട്ടുകളല്ല നമുക്ക് വേണ്ടത്. ഞാൻ ഇതിൻ്റെ ബാക്കിൽ ഒരു മോട്ടിവേഷൻ സ്പീച്ചാണ് ചേർക്കുന്നത്. അത് ഒരു സ്ത്രീയാണ് ആ സ്പീച്ച് നടത്തുന്നത്. കുറച്ച് മുമ്പ് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ വന്ന ഒരു വോയിസാണ് അല്ലെങ്കിൽ ഒരു വീഡിയോ ആണ്. അതിൻ്റെ മെറിറ്റും അതുപോലെ ഔറത്ത് പോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വരരുത്. മോശമായ ഒരു വസ്ത്രധാരണത്തിലൂടെ ഒന്നും എല്ലാവരും അത് പറയുന്നത്. ഒരു യുവതി വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഒരു മോട്ടിവേഷൻ സ്പീച്ചാണ്. കേട്ടു നോക്കുക. ഇതുപോലെയുള്ള മൊയന്തുകളുടെ പാട്ടിനേക്കാളും നല്ലതാണ് എന്നാണ് പറയുവാനുള്ളത്. വീഡിയോയിലേക്ക്
എടാ വല്ല സിറിഞ്ചും കുത്തിക്കയറ്റോ അല്ലെങ്കിൽ മറ്റേ മൂക്കിൽ എന്തെങ്കിലും വലിച്ചു കയറ്റിട്ടോ കിട്ടുന്ന 2-3 മണിക്കൂർ നിൽക്കുന്ന ലഹരിയൊന്നും അല്ലടാ മക്കളെ ലഹരി എന്ന് പറഞ്ഞാല്. നിങ്ങളെ കൊണ്ടതൊന്നും നടക്കൂല എന്ന് പറഞ്ഞവരുടെ മുമ്പിൽ അത് നടത്തിയതിനു ശേഷം ചെന്ന് നിൽക്കുമ്പോ അവരുടെ കണ്ണിൽ നിങ്ങൾ കാണുന്ന ഒരു തീയുണ്ട്, അസൂയന്റെ തീക്കനൽ എന്ന് പറയും. അത് കാണുമ്പോൾ നിങ്ങളുടെ ഞരമ്പ് കൂടെ കയറുന്ന ഒരു ലഹരിയുണ്ട്. ഇതാണ് ലഹരി. നിങ്ങൾ വെറുതെ ഈ ടെമ്പററി ലഹരിക്ക് വേണ്ടി ഒന്നും പണിയെടുക്കാണ്ട് ലൈഫ് ലോങ് നീണ്ടു നിൽക്കുന്ന പെർമനന്റ് ലഹരി ഉണ്ടാക്കും. അതിനുവേണ്ടി വലിയ വലിയ